ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ ബ്ലോഗാണ്. അപ്പോൾ ഞായറാഴ്ച രാവിലെ ഉള്ളതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ. പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു. മീൻകറി ചൂടാക്കിയെടുത്തു, പിന്നെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തു. പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കി മീൻകറിയും പൊറോട്ടയൊക്കെ കൂട്ടി എല്ലാവരും കഴിച്ചിട്ട് അവരങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നെല്ലാം എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകിച്ചും വിട്ടുപോകുന്നൊരു കാര്യങ്ങളാണ് കേട്ടോ. മറന്നു പോവും ആ സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ കേട്ടോ. അതാണ് സംഭവിച്ചത്. അങ്ങനെ അവർ പോയതിന് ശേഷം പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. ബാക്കി പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സമയം ഇപ്പോൾ ഒരു 11 മണിയാകാറായിട്ടുണ്ട് കേട്ടോ. 10:45 അവർ പോയത്. അപ്പോൾ പിന്നെ അവർ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലത്തെ പണികൾ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് സംസാരിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ എന്തായാലും അവർ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചോറൊന്നും വയ്ക്കണ്ട കേട്ടോ, ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ പണികളൊക്കെ നടത്തുന്നത്. പിന്നെ ചായ കുടിയൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കറി ഇനി വെക്കണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ പണിയെന്ന് പറയാനായിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം, തുടയ്ക്കണം, അതന്നെ കേട്ടോ. പിന്നെ ഞാൻ ഈ കിടക്കയിൽ വെച്ചിട്ടുള്ള ഈ ബെഡിൽ ഉണ്ണിയുടെ തൊട്ടി അത് അവിടെ തന്നെയാണ് കേട്ടോ വെക്കാറ്. നമുക്കിവിടെ സൗകര്യക്കുറവായ കാരണം നിലത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കിടക്കയിൽ വെക്കുന്നത്. അതിൽ പാത്തൂസ് അങ്ങനെ കിടക്കാറൊന്നുമില്ല, മിക്കവാറും അതിലിരുന്ന് കളിക്കാറാണ് കേട്ടോ ഇപ്പോൾ പതിവ്. ഇപ്പോൾ എടുക്കാറൊന്നുമില്ല. ഇപ്പോൾ സുഡാപ്പിയാണ് മിക്കവാറും അതിൽ കളിക്കാറ് കേട്ടോ. അങ്ങനെ ഒരു സൈഡൊക്കെ കീറിയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അങ്ങനെ പൊക്കോട്ടെ, ഇനിയിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ കളിക്കുന്നതാണ്. അങ്ങനെ കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അവരെ കളിക്കുന്ന സാധനങ്ങളൊക്കെ അതിലൊക്കെ കൊണ്ടുവന്നിടും. അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാറ്. അപ്പോൾ അതേ കിടക്കിയൊക്കെ ഒന്ന് ഞാൻ വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഒന്ന് അടിച്ച് വാരണം. അപ്പോൾ അവർ രണ്ടാളും ഞാനൊന്ന് പുറത്തേക്ക് ആക്കിയത് കേട്ടോ. അവർ കാർട്ടൂൺ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബെഡ് വിരിക്കുന്നവരൊന്ന് പുറത്തേക്ക് ആക്കിയതാണ്. ഇനിയിപ്പോൾ ഇത് വിരിച്ച് കഴിയേണ്ട താമസം ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും ഓടി ഇങ്ങോട്ട് എത്തും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ വേഗം ഒന്ന് അടിച്ച് വാരാം. അങ്ങനെ അടിച്ച് വാരലും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണം കുളി കഴിഞ്ഞ് വന്നിട്ടിരുന്ന് തുടയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറി വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് പ്രഷർ കുറഞ്ഞതിൻ്റെ ആ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലയ്ക്കൊരു സുഖമില്ലാത്ത പോലെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം പോയി കുളിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നേരം വൈകി കുളിച്ചിട്ട് ഇനിയിപ്പോൾ അത് ഇനി തലയ്ക്ക് വേറൊരു പ്രശ്നമായി വരണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ. വേറെ ഒന്നല്ല കേട്ടോ, തലയ്ക്ക് ഇനി വന്ന ബുദ്ധിയാണെന്ന് വിചാരിക്കേണ്ട, വേറെ ഒന്നല്ല, തലവേദനയുടെ ആണ് കേട്ടോ പ്രശ്നം. അങ്ങനെ വേറെ ഒന്നല്ല, നമ്മൾ ഫോൺ അധികം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇടാനായാലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ അധികം വൈകുന്നേരമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അധികം ഫോൺ യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ തലയ്ക്ക് ഇങ്ങനെ ഭയങ്കര വേദനയും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ ഒന്നിനി വേഗം അടിച്ച് വാരലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പോയി കുളിച്ചിട്ട് വരണം. പിന്നെ മുട്ട ഞാൻ പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് 1 വിസിലടിച്ച് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിന്ന് ഞായറാഴ്ച കാരണം ചിക്കനൊക്കെ മേടിച്ച് കറി വെച്ച് ഉച്ചയ്ക്ക് അവരെ ഫുഡ് കഴിച്ചിട്ടൊക്കെ വിടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ പെങ്ങളുടെ മോൾക്ക് ഇവിടുന്ന് കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പോവാണ്. അല്ലെങ്കിൽ അവർ നേരം വൈകിട്ട് പോകുന്നൊക്കെ ഉച്ച തിരിഞ്ഞിട്ട് പോവുള്ളൂ എന്നൊക്കെ പ്ലാനിങ്ങിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് മാഷ് വിളിച്ചത്. വയനാട്ടിൽ നിന്ന് വരുന്ന മാഷാണ് കേട്ടോ ഇവരെ പ്രോഗ്രാം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവരെത്തിയപ്പോൾ തന്നെ സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് ഇടയിൽ പെട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം 1 മണിക്കൂറോളം അവിടെ പോയി. അങ്ങനെ നേരം വൈകിട്ടാണ് എത്തിയത്. പോകുമ്പോൾ 11 മണിയോട് കൂടിയിട്ട് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പെങ്ങളെ ചെറിയ ഉണ്ണിക്കാണെങ്കിൽ പോകാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ. മൂത്താളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ കാരണം കൊണ്ടാണ് പോണത്, എനിക്ക് പോകാൻ ഇഷ്ടമല്ല, ഞാനിവിടെ നിൽക്കാമെന്ന്. എന്നാൽ ആളോട് ഒറ്റയ്ക്ക് നിന്നോളാൻ പറഞ്ഞ ആൾക്ക് അതിന് താല്പര്യമില്ല കേട്ടോ. ഉമ്മ ഇല്ലാണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്ക്
എല്ലാവരും ഒരുമിച്ച് വേണം എന്നവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിൽക്കില്ല കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൃശ്ശൂർ വരെ എത്തിച്ചേരാം, അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി ഉമ്മാടുന്നു. പക്ഷേ ആൾ സമ്മതിക്കണില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ അടിയൊക്കെ കൂടി പിണങ്ങിയിട്ടാണ് കേട്ടോ ആൾ ഇവിടുന്ന് പോയത്. മനസ്സോട് കൂടിയിട്ടാണ് പോയത്. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസിന് സ്കൂൾ പൂട്ടിന് എല്ലാവരും കൂടി തിരൂർക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം എന്തായാലും എന്തായെന്നൊന്നും അറിയില്ല. പ്ലാനിങ്ങുകളൊന്നും വിചാരിച്ചതൊന്നും നടക്കാത്തൊരു പ്ലാനിങ്ങാണ് കേട്ടോ നമ്മുടേത് എപ്പോഴും. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതിപ്പോൾ തക്കാളി സബോള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. സബോള ഒന്ന് വാട്ടി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനാണേ. അപ്പോൾ സബോള ഒന്ന് പെട്ടെന്നാകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതേപോലെ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ മുട്ടയിട്ടത് വേറെ ഒന്നല്ല, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മുട്ട വേഗം റെഡിയായി കിട്ടും. മറ്റേത് ഇങ്ങനെ തിളച്ച് അങ്ങോട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതിന് നല്ലത് നമ്മൾ കുക്കറിൽ ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ മുട്ടയുടെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇത് തക്കാളി സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് അതും ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോസിൽ വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് വീഡിയോസൊന്നും ഇടാതെ പോവുക. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇടണം എന്നുള്ളൊരു താല്പര്യമില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂസൊക്കെ നല്ല പോലെ കുറവാണ്. പക്ഷേ കുറേ പേരുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സപ്പോർട്ടുള്ളപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ വീഡിയോ ഇടാതിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഇപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടിട്ട് അതങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നിപ്പോൾ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് നാളെ വീഡിയോ ഇടാനുള്ളല്ലേ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. നമുക്ക് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനോട് ഇങ്ങനെ ഇതായി പോവുകയാണ്. അങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കാറില്ല. വീഡിയോസ് അങ്ങോട്ട് ഇട്ട് പോവാം. പടച്ചോൻ അനുഗ്രഹിച്ച് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങോട്ട് ക്ലിക്കായാലോ അല്ലേ, നമ്മുടെ മാവും ചിലപ്പോൾ പൂത്താലോ, അങ്ങനെ ഒരു പ്രതീക്ഷയാണല്ലോ എല്ലാം. അങ്ങനെ ഇപ്പോൾ തക്കാളി സബോളയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയല്ല നമ്മുടെ ബിരിയാണി മസാല അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്ന് വറ്റി വന്നതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1-ാം പാലിട്ട നാളികേരത്തിൻ്റെ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാൽ അതും കൂടി അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ തള വന്നത് അങ്ങോട്ട് ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മുട്ടയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മുട്ടക്കറിയുടെ റെസിപ്പി എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആർക്കല്ലേ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തത്, എന്നാലും ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കാണിക്കുന്നത്. നമുക്കിന്നൊന്ന് കാരമലൈസ് ചെയ്തിട്ടുള്ളൊരു കോഫി ഉണ്ടാക്കിയാലോ. കോഫിയല്ല, ചായ, ടീ ആണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ടീസ്പൂൺ ആയ കാരണമാണ് ഞാൻ ഒരു 4-5 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് കേട്ടോ. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടീസ്പൂണൊക്കെ മതി. നമുക്ക് എത്ര മധുരം അതിന് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അലിയിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം അലിഞ്ഞങ്ങോട്ട് വരുമ്പോൾ നമ്മളത് തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവാതെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അലിയിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചേഞ്ചായി വരണം കേട്ടോ കളറ്. അങ്ങനെ ഇപ്പോൾ കളറുകൾ മാറി വരുന്നുണ്ട്. ഇങ്ങനെ കളർ നന്നായി മാറി വരുന്ന സമയത്ത് തീ എന്തായാലും കുറവ് തന്നെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പാലെടുക്കുന്നതിൻ്റെ ഒരു പകുതി, ഒരു 1/4 ഭാഗം വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാര നമ്മൾ അലിയിച്ചെടുത്തില്ലേ, കാരമലൈസ് ചെയ്തെടുത്ത പഞ്ചസാരയും വെള്ളം കൂടി രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിലിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അലിഞ്ഞ് വരും കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് അതൊന്ന് അലിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ആ പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു ഗ്ലാസ് പാലിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ
റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് പട്ടയും ചെറിയൊരു കരയാമ്പും പിന്നെ ഒരു ഏലക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കാം. നമുക്ക് കരയാമ്പൂ അതുപോലെ തന്നെ പട്ടയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ മസാല ചായ ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് ഞാൻ അതിലേക്ക് കരയാമ്പും പട്ടയും കൂടി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഏലക്കായ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഈ പഞ്ചസാര ഉരുകിയതും ഈ ഏലക്കായയുടെയും എല്ലാത്തിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നമുക്ക് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇളക്കി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചായയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണേ. നമുക്ക് ആവശ്യത്തിന് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ചായയൊക്കെ ഇതിവിടെ റെഡിയായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പതപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂടുള്ള ചായ വേണം കേട്ടോ. അത് കാരണം എനിക്ക് പതപ്പിച്ചെടുക്കുന്ന കാര്യത്തിനോട് വലിയ യോജിപ്പില്ല. അപ്പം മക്കൾക്ക് ഞാനൊന്ന് അങ്ങനെ ആക്കി കൊടുക്കാമല്ലോ വെച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ആറ്റിയെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ പതപ്പിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഹൈറ്റ് കൂട്ടി കൊണ്ടുപോയി അങ്ങനെ വീശി അടിക്കാനൊക്കെ നോക്കി കേട്ടോ. പക്ഷേ സക്സസ് ആയില്ല. അങ്ങനെ എനിക്കുള്ള ചായ ഞാൻ അങ്ങോട്ട് ആദ്യം മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇതേ പാത്തൂസിന് സുഡാപ്പിക്കുള്ള ചായയാണ് കേട്ടോ. ദിലുവിന് പിന്നെ ചായയുടെ പരിപാടിയേ ഇല്ല കേട്ടോ. ആൾക്ക് തോന്നണം എന്നാൽ മാത്രമേ കുടിക്കുള്ളൂ. അങ്ങനെ ചായ വലിയ നിർബന്ധമില്ലാത്ത ആളാണ് ദിലു. അങ്ങനെ ഇപ്പോൾ രണ്ടാൾക്കുള്ള ചായ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മൂത്തുമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്കും കൂടി ഉണ്ട് കേട്ടോ, പീസ് കേക്ക്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. വൈകുന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6:30-7 മണി ആ സമയത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് മതിലിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് അമ്പലത്തിലേക്ക് കടന്നു പോയിട്ടൊന്നുമില്ല. ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ അവിടെ ചെണ്ടമേള നടക്കുന്നുണ്ട്. പിന്നെ അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്താ പരിപാടിയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഇപ്പം മറ്റേ സ്വാമിമാരുടെ മലയ്ക്ക് പോകുന്ന സീസണൊക്കെ ആയ കാരണം കൊണ്ട് മാല ഇടുന്നതും ഊരുന്നതും അങ്ങനത്തെ കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം പോയി നിന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.